ടെറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകർക്ക് സർവീസിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെടുമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകരുടെ യോഗ്യത കാലോചിതമായി പരിഷ്കരിക്കുന്നതിനൊപ്പം നിലവിലുള്ളവരെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. സുപ്രീം കോടതി വിധി കേരളത്തിലെ ഭൂരിഭാഗം അധ്യാപകരെയും ദോഷകരമായി ബാധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയോ ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് വിതരണത്തിൽ നിന്ന് കേരളത്തെ പൂർണ്ണമായും ഒഴിവാക്കിയത് ഖേദകരമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ടത് 1148 കോടി രൂപ SSKക്ക് ലഭിക്കേണ്ട അത്രയും പൈസയുള്ളൂ. എന്നാൽ ഇത് നൽകാതെ ഉത്തർപ്രദേശ് 4487 കോടി രൂപയും ഗുജറാത്തിന് 847 കോടി രൂപയും ജാർഖണ്ഡിന് 1073 കോടി രൂപയും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഈ വിവേചനപരമായ സമീപനം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വളർച്ചയ്ക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു.